എല്ലാ കൂട്ടുകാർക്കും SSLC 10th പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന കെമിസ്ട്രിയുടെ ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടെ കണ്ട് കാണുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നമുക്കപ്പം ചാപ്റ്ററിനകത്തേക്ക് പോകാം. ചാപ്റ്ററിലെ 6ാമത്തെ സെക്ഷനാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യണത്. ഇതിനു മുമ്പ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതി കൊടുക്കാം എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ സെക്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ചു കാര്യങ്ങളാണ്. എളുപ്പമാണ്, പാടൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി, അപ്പോൾ തന്നെ മനസ്സിലാകും. അപ്പം 1, 2, 3, 4, 5 കാര്യങ്ങൾ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കണം. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെറുതെ തന്നിട്ടുണ്ട്. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നിട്ട് എന്തൊക്കെ ഐഡിയകളാണ് നമുക്ക് കിട്ടുന്നത് എന്നതാണ് ശരിക്കും ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 1s2, 2s2, 2p6, 3s2, 6, 4, 10, 10, 2, 12. 12 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് മഗ്നീഷ്യമാണ്. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ എഴുതി തന്നിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഷെൽസ് ആർ പ്രസൻറ്റ്? എത്ര ഷെല്ല് ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആൻസർ 3 ആണ്. എത്ര ഷെല്ല് ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 3 ആണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി തീരുമ്പം വരുന്ന 3 ഉണ്ടല്ലോ, 3 തന്നെയായിരിക്കും അതിൽ ആൻസർ. ഇനിയിപ്പം നമ്മൾ ഈ മൊത്തത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ സ്റ്റോഷ്യോമെട്രി പോലെ വരില്ല, 3, 2, 2, 1. അപ്പോൾ അതിലെ ഏറ്റവും വലിയ വാല്യൂ തന്നെ ആയിരിക്കും എത്രത്തോളം ഷെൽസ് ഇതിലുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ഷെല്ല് കണ്ടുപിടിക്കാൻ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്: വിച്ച് ആർ ദി സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽസ്? വിച്ച് ആർ ദി സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിൻ്റെയും സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദി സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിൻ്റെയും സബ് ഷെല്ല് ഏതൊക്കെയാണ്? ഈ ഒന്നെന്ന് എഴുതിയേക്കുന്നത് ശരിക്കും കെ ഷെല്ലായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാം. ഇത് L, ഇത് M, അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ കെ ഷെല്ലിൽ ഒരാളുണ്ട്, 1s ഉണ്ട്. L ഷെല്ലിൽ 2 പേരുണ്ട്, 2s ഉം 2p ഉണ്ട്. M ഷെല്ലിൽ 3s ഉണ്ട്. ആ കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വിച്ച് ആർ ദി സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽസ്? വിച്ച് ആർ ദി ഏതൊക്കെയാണ് സബ് ഷെല്ലുകൾ ഓരോ ഷെല്ലിലെയും? അപ്പോൾ കെ ഷെല്ലായിട്ടുള്ള അല്ലെ 1 വരുന്ന 1s ഉണ്ട്, 2 വരുന്ന 2s ഉം 2p ഉണ്ട്, അടുത്ത 3 വരുന്ന 3s ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്: സബ് ഷെൽ ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡഡ്? ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? 3sലേക്കാണ്. അപ്പോൾ 3sലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യാമല്ലോ. 2, 4, 6, 4, 10, 10, 2, 12. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം 12 ഇലക്ട്രോൺസ്. അടുത്ത: വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? ഒരു അറ്റോമിക് നമ്പർ, എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്, അതിൻ്റെ നമ്പർ തന്നെ ആയിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ. മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ? ഇറ്റ്സ് അറ്റോമിക് നമ്പർ എന്ന് ചോദിച്ചാൽ അറ്റോമിക് നമ്പർ 12 ആണ്. Z = 12. അത് ആരാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, മഗ്നീഷ്യയാണ് ആൾ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത 7ാമത്തെ സെക്ഷൻ: എങ്ങനെയാണ് ഒരു ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്? ബ്ലോക്ക് എന്ന് വെച്ചാൽ ട്രാഫിക് ബ്ലോക്കൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ചിത്രം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് പീരിയോഡിക് ടേബിൾ പ്രധാനമായിട്ടും 4 ബ്ലോക്ക് എലമെൻറ്റ്സ് ആണുള്ളത്. പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ 2 ഗ്രൂപ്പ് S ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇനി 3 മുതൽ 12 വരെ വരുന്ന അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് D ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. D ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ താഴെ F ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, പിന്നെ P ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. P ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് ഒരു എലമെൻറ്റ് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. എല്ലാവരും ശ്രദ്ധിച്ച ഇങ്ങോട്ട്. ആദ്യം S ബ്ലോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇഫ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ടു S സബ് ഷെൽ then it belongs to S ബ്ലോക്ക്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ S സബ് ഷെല്ലിലാണ് ആഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ S ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. S ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കും അത്.
എക്സാമ്പിൾ ലിഥിയം ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എസ് ബ്ലോക്ക് എലമെൻറ്റിന് ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്, 1s2 2s1 എന്നാണ്. ഹിയർ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ടു എസ് സബ്ഷെൽ, ഹെൻസ് അതുകൊണ്ട് ഇതൊരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ആണ് എസ് ബ്ലോക്ക് എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് എന്ന് വെച്ചാലും പീരീഡ് എന്ന് വെച്ചാലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ പീരിയോഡിക് ടേബിളിലെ വെർട്ടിക്കൽ കോളംസിന് പറയുന്ന പേരാണ് ഗ്രൂപ്പുകൾ. 18 ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഹൊറിസോണ്ടൽ റോസിന് പറയുന്ന പേരാണ് പീരീഡ്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് 1ഉം 2ഉമാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അതെന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ 2s1 അല്ലേ, 2s1 ആണ് ഇവിടെ തീർന്നേക്കുന്നത്. 2s1ഉം വരാം. ഒരു ഇലക്ട്രോണോടുള്ള സൈട്രസ് ലിഥിയം കഴിഞ്ഞ അടുത്ത ബെറിലിയമാണ്. അതിൻ്റെയാണ് 1s2 2s2 എന്ന് വന്നതിന്. 2s2 എന്ന് പറഞ്ഞാൽ എസിനകത്ത് 1 മുതൽ 2 വരെ വരാം. അപ്പോൾ S1 എന്നാണ് വരുന്നതെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആയിരിക്കും. S2 എന്നാണ് വരുന്നതെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എസ് ബ്ലോക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പുകളാണെന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ കാര്യമാണ് പി ബ്ലോക്കിൻ്റെ കേസാണ്. ഇഫ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ടു പി സബ്ഷെൽ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോഴത്തേക്ക് പി സബ്ഷെല്ലിലാണോ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്, ദെൻ ഇറ്റ് ബിലോങ്സ് ടു പി ബ്ലോക്ക്. അപ്പോൾ അത് പി ബ്ലോക്ക് എലമെൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ കാർബൺ, നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും പറഞ്ഞു അറ്റോമിക് നമ്പർ 6 ആണ്. അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ടിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 എന്ന് നമുക്ക് എഴുതാം. 2p2 ആണ് ലാസ്റ്റ് എൻ്റർ ചെയ്ത ഇലക്ട്രോൺ. 2pയിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹിയർ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ടു പി സബ്ഷെൽ അല്ലേ, പി സബ്ഷെല്ലിലല്ല ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റേഴ്സ് ടു പി സബ്ഷെൽ. അതുകൊണ്ടാണ് അതിനെ പി ബ്ലോക്ക് എന്ന് വിളിച്ചത്. പി ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ അത്രയും ആണ് പി ബ്ലോക്ക് എലമെൻസിൻ്റെ ആ ഒരു റേഞ്ചായിട്ട് നമ്മൾ കാണുന്നത്. 13 മുതൽ 18 വരെ വരുന്ന എലമെൻറ്റ്സ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അതായത് ആ എലമെൻറ്റ്സിൻ്റെ ഏതൊരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്താലും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലിലായിരിക്കും. മനസ്സിലായോ? അടുത്ത ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ച് നമുക്ക് ഇതേപോലെ എഴുതാം. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർസ് ടു ഡി സബ്ഷെൽ, ദെൻ ഇറ്റ് ബിലോങ്സ് ടു ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒക്കെ എഴുതാം. തൽക്കാലം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലമെൻറ്റ്സ് ആണ്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെ അറ്റോമിക് നമ്പർ നിങ്ങൾ 30 വരെ അറിയുന്ന സ്റ്റുഡൻസ് അല്ലേ, 30 വരെ പഠിക്കേണ്ടതാണ്. അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ എലമെൻറ്റ്സ്. പിന്നെ താഴോട്ടും വേറെ എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 10ാം ക്ലാസ്സിലെ നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കേണ്ടത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെയും പി ബ്ലോക്ക് എലമെൻറ്റ്സിനെയും ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെയും കുറിച്ചിട്ടും കുറച്ച് കാര്യമാണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഓൾറെഡി പറഞ്ഞല്ലോ, ഗ്രൂപ്പ് 1ഉം 2ഉം ആണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കുമ്പോഴത്തേക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും, അയണൈസേഷൻ എനർജി കുറവായിരിക്കും. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൽ നിന്ന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺസിനെ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള എനർജി ചേഞ്ചിന് പറയുന്ന പേരാണ് അയണൈസേഷൻ എനർജി. അപ്പോൾ അയണൈസേഷൻ എനർജി കുറവായിരിക്കും. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ലെസ്സായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റി ലെസ്സായിരിക്കും. അടുത്ത എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് സാധാരണ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവാനാണ് ഫേവർ ചെയ്യുക. എന്താണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് സാധാരണ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാവാനാണ് ഫേവർ ചെയ്യുക. ഗ്രൂപ്പ് 1ഉം 2ഉമാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് കാണപ്പെടുക. ഗ്രൂപ്പ് 1 നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും 1ആണ്. മനസ്സിലായോ? ഓക്സിഡേഷൻ ഗ്രൂപ്പ് 1 എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും 1ആണ്. ഗ്രൂപ്പ് 2ന് ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും 2 ആണ്. നമുക്കൊരു സെൻറ്റൻസ് കൂടെ തള്ളി എഴുതാം. ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ടു എസ് സബ്ഷെൽ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അതുകൊണ്ടല്ലേ അതിനെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പം കുറേ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതിലെ ഏതെങ്കിലും പോയിൻറ്റ്സ്, ഏതെങ്കിലും അല്ല മുഴുവൻ പോയിൻറ്റ്സും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. എല്ലാം എളുപ്പമുള്ള പോയിൻറ്റ്സാണ്, വളരെ ഡിഫിക്കൽട്ടി ഉള്ള ഒന്നും തന്നെ നമ്മളിതിൽ കണ്ടിട്ടില്ല. അടുത്ത നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിലേക്ക് പോകാം. പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നതാണ്. റൈറ്റ് സൈഡിൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ കാണുന്ന ആളാണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മോർ അയണൈസേഷൻ എനർജിയാണ്. അതായത്
ആറ്റത്തിൽ നിന്നിട്ടും ഒരു ഇലക്ട്രോൺസിനെ എടുത്ത് പുറത്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മോർ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഒരുപാട് എനർജി കൊടുത്താലേ ഇത്തരത്തിൽ ആറ്റത്തിൽ നിന്നും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ എടുത്ത് കളയാൻ പറ്റൂ എന്നാണ് പറയുന്നത്. മോർ അയണൈസേഷൻ എനർജി ആണ് പി ബ്ലോക്ക് എലമെൻസിനെന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണിക്കുക. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെൻറ്റ്സ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൽ നിന്ന് ഒരു കാര്യം നമ്മളിവിടെ പഠിക്കുന്നത് ഹൗ ടു ഫൈൻഡ് ഔട്ട് ഗ്രൂപ്പ് നമ്പർ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ എങ്ങനെയാണ് പഠിക്കുന്നത് നമുക്ക് നോക്കാം. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിലാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇപ്പം ലാസ്റ്റ് S1 എന്നാണ് വന്നെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പായിരിക്കും. S2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പായിരിക്കും. അതായത് എസ് ഇലക്ട്രോൺസിൽ എത്ര ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നോ, ഇവിടെ S1 ആണ്, S1 എൻ്റർ ചെയ്തുകൊണ്ട് അത് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ല, ഗ്രൂപ്പ് 1 ആണ്. ഇവിടെ S2 ആയിരുന്നെങ്കിൽ അത് ഗ്രൂപ്പ് 2 ആണ്. അതായത് അവസാനത്തെ എസ് സബ്ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിലേക്ക് വരാം. ഇവിടെ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന പി സബ്ഷെല്ലില്ലേ, അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 12 കൂട്ടിയാൽ നമുക്ക് ഏത് ഗ്രൂപ്പാണെന്ന് കിട്ടും. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലോ, നൈട്രജൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 7 ആണ്. 7ാമത്തെ എലമെൻ്റ് ആണ് നൈട്രജൻ ഇൻ പീരിയോഡിക് ടേബിൾ. അപ്പോൾ നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p3 എന്ന് കിട്ടുന്നു. ഇവിടെ പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പി ഇലക്ട്രോൺസ് 3 ആണ്. അപ്പം 3ൻ്റെ കൂടെ 12 കൂട്ടണം. അപ്പോൾ കണ്ടോ ഗ്രൂപ്പ് അത് ഏതാണെന്ന് ചോദിച്ചാൽ 3 + 12. അപ്പോൾ 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളാണ് നമ്മുടെ നൈട്രജൻ. മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്? ഇനി ഈ നൈട്രജൻ ഏത് പീരീഡിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അതിനാണ് ഈ റൗണ്ട് ഇട്ടേക്കുന്നത്. 2p എന്നല്ല അവസാനം. അപ്പം 2 സെക്കൻഡ് പീരീഡ് എലമെൻ്റാണ് നൈട്രജൻ. അപ്പം പീരീഡും ഗ്രൂപ്പും ഏതൊരു എലമെൻറ്റിൻ്റെ കണ്ടാലും ഇപ്പം മനസ്സിലായോ? ഇപ്പം പി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ പിയിലെ അവസാനത്തെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ കൂടെ 12 കൂട്ടുക. ഇനി ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ ആ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എണ്ണമായിരിക്കും അത് ഏത് ഗ്രൂപ്പിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ നിൽക്കുന്ന ആൾക്കാരാണ് ഇൻ പീരിയോഡിക് ടേബിൾ. സ്കാൻഡിയം മുതൽ സിങ്ക് വരെ പഠിച്ചിരിക്കണം. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 1 മുതൽ 30 വരെ, 1 മുതൽ 30 വരെ എല്ലാവരും പഠിച്ചിരിക്കണം. എങ്കിൽ ഈ ചാപ്റ്റർ പ്രത്യേകിച്ച് പഠിക്കാൻ വലുതായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഗ്രൂപ്പ് അത്രയും പഠിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുവിധം കവർ ചെയ്യും. പിന്നെ ഈ ചാപ്റ്ററിൽ അടുക്കി വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നു എന്നതല്ലേ ഉള്ളൂ. ഓൾറെഡി കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ കൂടുതൽ കൺസെപ്റ്റുകൾ വരുമ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളതാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. സ്കാൻഡിയം മുതൽ സിങ്ക് വരെ. സ്കാൻഡിയം കഴിഞ്ഞാൽ ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ്, അയൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് വരെ പഠിക്കണം. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് മെറ്റൽസ് ആണ്. ഓക്കെ അല്ലേ? ദീസ് ആർ മെറ്റൽസ്. ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെൽ. അപ്പം പെനൾട്ടിമേറ്റ് ഷെൽ എന്തുകൊണ്ടാണ് പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പം നമുക്ക് കോപ്പറിൻ്റെ ക്രോമിയത്തിൻ്റെ അത് വേണ്ട, സ്കാൻഡിയം മതി. സ്കാൻഡിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 21 1s2 2s2 2p6 3s2 3p6. അടുത്ത 4s2 3d1. 21 നോക്കേ. 6 2 8 2 10 12 6 18 2 21 21. ഇവിടെ നമ്മൾ എഴുതിയത് എന്തുകൊണ്ടാണ് ഇതിനെ പെനൾട്ടിമേറ്റ് ഷെല്ലെന്ന് ഡീനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ, പെനൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഒരു ലെയർ അകത്ത് കയറിയിരിക്കുന്നു എന്നതാണ് അർത്ഥം. അതായത് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടോ, ഇവിടെ 4s വന്നിട്ടുണ്ട്. 4 എന്ന് പറയുമ്പോഴത്തേക്ക് 4 4ാമത്തെ ഷെല്ലിലിരിക്കുന്ന ആളാണ് 4s. പക്ഷേ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 3ാമത്തെ ഷെല്ലിലാണ്. മനസ്സിലായോ? ഡിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺസ് പോയേക്കുന്നത്. അതായത് 4ാമത്തെ ഷെല്ല് അവിടെ വെറുതെ ഇരിപ്പുണ്ട്, അതിനകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനുശേഷമാണ് 3ാമത്തെ ഷെല്ലിനകത്തിരിക്കുന്ന ഡിയിൽ ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. അങ്ങനെ 3ാമത്തെ ഷെല്ലിലിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇതിനെ പെനൾട്ടിമേറ്റ് ഷെല്ലെന്ന് പറയുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെല്ല്. മനസ്സിലായോ? അപ്പോൾ അടുത്ത പോയിൻ്റാണ് in the case of 4th period last electrons filled in 4s. ഇത് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്.
ഇൻ ദിസ് കേസ് ഓഫ് ഫോർത്ത് പീരീഡ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽഡ് ഇൻ 4s. മനസ്സിലായോ? ഫോർത്ത് പീരീഡിൽ വരുന്ന എലമെൻസിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് 4sലോട്ടായിരിക്കും. ഓക്കെ. അടുത്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ്. അതൊന്നും ചോദിക്കത്തില്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പം FeCl2 എന്ന് പറയുന്നത്, Fe എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലുള്ള ഒരു എലമെൻ്റാണ്. അതുണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ടാണ് FeCl2. FeCl2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ Fe എന്ന് പറയുന്നതിന് നമുക്ക് X എന്ന് കൊടുക്കുക. അപ്പോൾ X പ്ലസ് ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഹാലജനാണ്. ആറ്റോമിക് 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതിൻ്റെ വാലൻസി, അതായത് ഒരു ഇലക്ട്രോൺസ് -1 ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഇത് പഠിക്കാനായിട്ടില്ല, ഒരു അഡീഷണലാണ് ശരിക്കും. അപ്പം X പ്ലസ് 2 ക്ലോറിനുണ്ട്, 2 × -1 അതിൻ്റെ ചാർജ് =0. അപ്പോൾ X -2 0, X 2. അതാണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Fe+2 എന്ന് എഴുതാം. അതുപോലൊരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞുതരാം. MnO2. Mn നമ്മൾ X എന്ന് കൊടുത്തു. ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. അപ്പം XA പ്ലസ് 2 × -2. 2 ഓക്സിജൻ ഉണ്ട്, അത് 2 × -2 0. X - 4 0, X 4. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4. മനസ്സിലായോ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കി മനസ്സിലാക്കാം. അടുത്ത ഒരു കാര്യം, ഡി ബ്ലോക്ക് എലമെൻസിന് കളർ കാണിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു സെക്ഷൻ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.